നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും എന്ന പോലെ ശബരിമലയിലും ഭക്തർ ശയന പ്രദക്ഷിണം നടത്താറുണ്ട്. പലപ്പോഴും പ്രാർത്ഥനകളിൽ മനസ്സ് പൂർണ്ണമായും മുഴുകുമ്പോഴും ശാരീരികമായ അർപ്പണം അതിലുണ്ടാകുന്നില്ല. എന്നാൽ മനസ്സും ശരീരവും ഈശ്വരന് മുന്നിൽ പൂർണ്ണമായി അർപ്പിക്കപ്പെടുന്ന ഒരു ആരാധനയാണ് ശയന പ്രദക്ഷിണം. മാത്രവുമല്ല, ഈ ആരാധനയിലൂടെ ശരീരത്തിലെ ഏറ്റവും ദിവ്യമായ ഒരു ചൈതന്യവും ലഭിക്കുന്നു. പാപമോചനം, ദേവദർശനം, ഐശ്വര്യം എന്നിവയ്ക്കായാണ് ഭക്തർ ശബരിമലയിൽ ശയന പ്രദക്ഷിണം നടത്തുന്നത്. ശയന പ്രദക്ഷിണം ചെയ്യുമ്പോൾ ബലിക്കല്ലിൽ ഒരിക്കലും തൊടാൻ പാടില്ല. സന്നിധാനത്തെ ഭസ്മക്കുളത്തിൽ മുങ്ങി ഈറനോടെ കൊടിമരച്ചുവട്ടിലെത്തി സാഷ്ടാംഗം നമസ്കരിച്ച ശേഷമാണ് ശയന പ്രദക്ഷിണം തുടങ്ങേണ്ടത്. മാളികപ്പുറത്തമ്മയുടെ നടയിൽ നിന്നും സന്നിധാനത്തേക്കും തിരിച്ച് മാളികപ്പുറത്തേക്കും ഒരു യജ്ഞം പോലെ ശയന പ്രദക്ഷിണം നടത്തുന്നവരുണ്ട്. തിരുമുറ്റത്തെത്തുന്ന ഭക്തർ ഭഗവാന് സ്വയം അർപ്പിച്ച് നടത്തുന്ന ശയന പ്രദക്ഷിണത്തിന് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നട അടച്ച ശേഷമേ ശയന പ്രദക്ഷിണം അനുവദിക്കാറുള്ളൂ. തീർത്ഥാടകരായ മറ്റു ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനാണ് ഈ മാർഗം. തുടർന്ന് ഗുരുവചനം കേൾക്കാം. നമുക്ക് ഇഷ്ടമില്ലാത്ത വസ്തുക്കളെ ത്യജിക്കാൻ എളുപ്പമാണ്. എന്നാൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതെല്ലാം നമുക്ക് നല്ലതായിരിക്കണമെന്നില്ല. മാതാ അമൃതാനന്ദമയി ദേവി. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം. ജഡത പശുത കലങ്കിത കുടിലചരത്വം ച നാസ്തി മയി ദേവ അസ്തി യദി രാജമൗലേ ഭവദാഭരണസ്യ നാസ്മി കിം പാത്രം. ജഡത പശുത കലങ്കിത കുടിലചരത്വം ച നാസ്തി മയി ദേവ അസ്തി യദി രാജമൗലേ ഭവദാഭരണസ്യ നാസ്മി കിം പാത്രം. തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതം. അല്ലയോ ഭഗവാനെ, എന്നിൽ ജഡതയില്ല, പശുതയില്ല, കളങ്കമില്ല, കുടിലതയുമില്ല. അങ്ങയുടെ അനുഗ്രഹത്തിന് ഇതൊന്നും പാടില്ലെന്നറിയാം. അതുകൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന ഭക്തന്റെ പ്രാർത്ഥന വിവരിക്കുന്ന ശിവാനന്ദലഹരിയിലെ 69-ാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത് തുടർന്ന് കേൾക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു
ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ശങ്കര സ്തോത്രകൃതികളിൽ ശിവാനന്ദലഹരിയിലെ 68-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ അമിതമായ ആനന്ദത്തെയും അമൃതത്തെയും മരണധർമ്മത്തിനുപരി നമ്മളെ എത്തിക്കുന്ന പരമമായ സുധയെ, പരമമായ അമൃതത്തെ മുഹുർദുഹന്തീം ചുരത്തുന്നവളായ, വീണ്ടും വീണ്ടും ചുരത്തുന്നവളായ ഭവാന്റെ പരിശുദ്ധമായ പാദങ്ങൾ, അങ്ങനെയുള്ള ഗോഷ്ഠത്തിൽ തൊഴുത്തിൽ വസിക്കുന്നവളായ മമ ഭക്തിധേനും, എൻ്റെ ഭക്തിയാകുന്ന ധേനുവേ, പശുവേ, എങ്ങനെയുള്ളവളാണ്? ഏകാം, ഏകയാണ്, ബഹുരൂപയല്ല, പലതിൻ്റെ പിന്നാലെ പലതിനു വേണ്ടി ഓടുന്നവളല്ല, ഏകഭാവത്തോടു കൂടിയ, അനന്യഭാവത്തോടു കൂടിയ അങ്ങനെയുള്ള ഭക്തിയാണ്. ഇങ്ങനെയുള്ള ഭക്തി എങ്ങനെ ഉണ്ടാവുന്നു എന്നാണെങ്കിൽ സുപുണ്യപാകരൂപമാണിത്. സുപുണ്യപാകാം, സുപുണ്യപാകയായിരിക്കുന്ന ഭക്തിയെ ഹേ പശുപതേ, അല്ലയോ പശുപതേ, പരിപാലയ, പരിപാലിച്ചാലും. ഇവിടെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഭാഗത്ത് സദയ എന്ന് സംബോധന ചെയ്യുന്നത് വളരെ യുക്തമാണ്. എന്തിന് ഭഗവാൻ പാലിക്കണം എന്നാണെങ്കിൽ ദയ മാത്രം കൊണ്ട്. ദയ എന്തിനാണ് അത് പറയാൻ പറ്റില്ല, ദയസ്വരൂപമാണ് ഭഗവാന്റെ. അപ്പോൾ ദയയോടൊത്തവനെ നീ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ, തുടർന്ന് അടുത്ത 69-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ജഡത പശുത കളങ്കിത കുടിലചരത്വഞ്ച നാസ്തി മയി ദേവ അസ്തി യതി രാജമൗലേ ഭവദാഭരണസ്യ നാസ്മി കിം പാത്രം. ജഡത പശുത കളങ്കിത കുടിലചരത്വഞ്ച നാസ്തി മയി ദേവ അസ്തി യതി രാജമൗലേ ഭവദാഭരണസ്യ നാസ്മി കിം പാത്രം. ഇവിടെ പറയുകയാണ്, ഹേ ദേവ, അല്ലയോ ദേവ, സർവത്തിനെയും പ്രകാശിപ്പിക്കുന്നവനെ, ദേവൻ പ്രകാശിപ്പിക്കുന്നവൻ, ദ്യോതനാത് ദേവ, ദ്യോതിപ്പിക്കുന്നവൻ, അഥവാ സ്വയമേവ പ്രകാശിക്കുന്നവൻ, ദീപനാത് ദേവ. അതുമല്ലെങ്കിൽ എല്ലാ മഹിമകളും എല്ലാവർക്കും നൽകുന്നവൻ ആരും, അവൻ ദേവൻ, ദാനാത് ദേവ. അതുമല്ലെങ്കിൽ ഹൃദയാകാശത്തിലെന്നോ അഥവാ ദ്യോവിലെന്നോ പറയാം, നിവസിക്കുന്നവൻ, ദിവിഭവോവ ദേവ. ഹേ ദേവ, മയി എന്നിൽ ജഡത പശുത കളങ്കിത കുടിലചരത്വം ച നാസ്തി. എന്നിൽ ജഡതയോ പശുതയോ കളങ്കിതയോ കുടിലചരത്വമോ ഇല്ല. ഒരു വെളിപ്പെടുത്തലാണ്. ഹേ ദേവ, ജഡത, ജഡസമാനമായിരിക്കുന്ന ഭാവം, ഒന്നിനും കൊള്ളാത്ത ജഡമായിരിക്കുന്ന ഭാവം. പശുത, പശുത്വം, വെറും വിഷയങ്ങളുടെ പിന്നാലെ മാത്രം അലയുന്ന സ്വഭാവം, വേണ്ടതായ വിവേകപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവില്ലായ്മ. കളങ്കിത, കളങ്കം, പാപയുക്തത, മാലിന്യങ്ങൾ ഉള്ള ഭാവം. കുടിലചരത്വം, കുടിലമായി ചരിക്കുന്ന ഭാവം, വക്രത, ഈ വകയൊന്നും എന്നിലില്ല ഭഗവാനെ. അപ്പോൾ അവിടുത്തെ അനുഗ്രഹത്തിന് പാത്രമാകണമെങ്കിൽ ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് എനിക്കറിയാം. എന്നിലിതൊന്നുമില്ല. എന്നിൽ കുടിലചരത്വമില്ല, ജഡതയില്ല, പശുതയില്ല, കളങ്കിതയുമില്ല. ഹേ
രാജമൗലേ, അല്ലയോ ചന്ദ്രശേഖര, മൗലിയിൽ ശിരസിൻ്റെ ഉച്ചിയിൽ ശോഭിക്കുന്നത് ചന്ദ്രനെ ധരിച്ചിരിക്കുന്നവനാണ് രാജമൗലി. ഹേ രാജമൗലേ, അസ്തിയതി, ഇനി എനിക്ക് ഉണ്ടെങ്കിലോ, ഭവദാഭരണസ്യ പാത്രം കിം നാസ്മി, ഞാനെന്തേ ഭവാൻ്റെ ആഭരണമായി തീരാൻ പാത്രമാവില്ലേ, യോഗ്യതയുള്ളവനാകില്ലേ? അപ്പോഴും ഞാൻ കേമനാവും. എന്താ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം? നമുക്ക് ശ്രദ്ധിക്കാം അടുത്ത പ്രാവശ്യം. ഇനി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജാവിധികളും അറിഞ്ഞ് ആരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇത് കൊടുവായൂർ കേരളപുരം വിശ്വനാഥ ക്ഷേത്രം. നിരുപമ മാഹാത്മ്യത്തിന്റെയും അനുപമ ചൈതന്യത്തിന്റെയും നിത്യപൂർണിമയിൽ പരിലസിക്കുന്ന പാലക്കാട് കൊടുവായൂർ ദേശത്തെ പ്രസിദ്ധി കേട്ട ഒരു ക്ഷേത്രമത്രേ കേരളപുരം വിശ്വനാഥ ക്ഷേത്രം. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ സംഹാരകാരകനായ ഭഗവാൻ ശിവൻ തമോഗുണമൂർത്തിയത്രേ. ബ്രഹ്മാവിന്റെ രോക്ഷത്തിൽ നിന്നുമാണ് ശിവന്റെ ജനനമെന്നാണ് ദേവീ ഭാഗവതത്തിൽ പ്രതിപാദിക്കപ്പെടുന്നത്. ഈശാനം, തൽപുരുഷം, അഘോരം, വാമദേവം, സദ്യോജാതം എന്നിങ്ങനെ പഞ്ചമുഖങ്ങളോട് കൂടിയവനത്രേ ഭഗവാൻ ശിവൻ എന്നാണ് സങ്കല്പം. വേദങ്ങളിൽ ശിവൻ രുദ്രൻ എന്നാണ് അറിയപ്പെടുന്നത്. ചർമാംബരധാരിയായി അമ്പും വില്ലും അശനിയും ആയുധങ്ങളാക്കി പർവ്വതത്തിൽ വസിക്കുന്ന രുദ്രൻ അംബികയുടെ നാഥനാണെന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഇത് ഭഗവാൻ ശിവന്റെ പൂർവ്വസങ്കല്പമത്രേ. സാധാരണ പ്രതിഷ്ഠകൾക്ക് പുറമെ സദാശിവൻ, മൃത്യുഞ്ജയൻ, ദക്ഷിണാമൂർത്തി, കിരാതമൂർത്തി, അഘോരമൂർത്തി, നീലകണ്ഠൻ, ചന്ദ്രശേഖരൻ, വിശ്വനാഥൻ, ശ്രീകണ്ഠൻ, ഉമാമഹേശ്വരൻ, നടരാജൻ എന്നിങ്ങനെ ശിവന് എണ്ണമറ്റ മൂർത്തിഭേദങ്ങളുണ്ട്. ഇതിൽ ശിവന്റെ ഒരു മൂർത്തിഭേദമായ വിശ്വനാഥനെയാണ് കൊടുവായൂർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്നത്. പാലക്കാട് ജില്ലയിലെ കൊടുവായൂർ പഞ്ചായത്തിലാണ് കേരളപുരം വിശ്വനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ടൗണിൽ നിന്നും കൊടുവായൂർ റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് പുരാതനമായ വിശ്വനാഥസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തമിഴ് ബ്രാഹ്മണർ തിങ്ങിപ്പാർക്കുന്ന കൊടുവായൂരിലെ അഗ്രഹാരങ്ങളിൽ നിന്നും ഉയരുന്ന വേദമന്ത്രങ്ങളും സ്തോത്ര പാരായണങ്ങളും സൃഷ്ടിക്കുന്ന ശാന്തിയുടെയും സമാധാനത്തിന്റെയും അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന ശ്രീ വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന് ഏതാണ്ട് 400 കൊല്ലത്തെ പഴക്കമാണ് കൽപ്പിച്ചു വരുന്നത്. ക്ഷേത്രപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളും പറഞ്ഞു കേൾക്കുന്നു. പുലാപ്പറ്റ മനക്കാരുടെ 12,000 പറ പാട്ടം കിട്ടിയിരുന്ന കേരളത്തപ്പൻ ക്ഷേത്രമാണ് ഇവിടെ മുൻപുണ്ടായിരുന്നതെന്ന് പഴമക്കാർ പറയുന്നു. ഒരിക്കൽ പാലക്കാട്ടുശ്ശേരി രാജാവ് ഒരു ആദിവാസി യുവതിയുമായി അടുപ്പത്തിലാകുകയുണ്ടായത്രേ. രാജാവിന്റെ യുവതിയോടുള്ള അടുപ്പം ആചാരവിരുദ്ധ നടപടിയായതിനാൽ നമ്പൂതിരിമാർ എതിർക്കുകയുണ്ടായി. എന്നാൽ നമ്പൂതിരിമാരുടെ എതിർപ്പിനെ അവഗണിച്ച് രാജാവ് യുവതിയുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയുണ്ടായി. ഇതിനെ തുടർന്ന് നമ്പൂതിരിമാർ പ്രദേശം വിട്ടുവെന്നാണ് പഴമ. നമ്പൂതിരിമാരെ രാജാവ് രാജ്യത്തു നിന്നും പറഞ്ഞയച്ചതാണ് എന്നും വിശ്വസിച്ചു പോരുന്നു. പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ നടന്ന ഈ സംഭവത്തെ തുടർന്ന്
ഏറെ നാളുകൾക്ക് ശേഷം തിരുനാവായിലെ മാമാങ്കത്തിനായി ചില തമിഴ് ബ്രാഹ്മണർ എത്തുകയുണ്ടായി. ഈ അവസരത്തിൽ രാജാവ് നമ്പൂതിരിമാരുടെ മനകളും കൃഷിയിടങ്ങളും ദാനം നൽകി അവരെ ഇവിടെ കുടിയിരുത്തുകയാണ് ഉണ്ടായതത്രേ. തമിഴ്നാട്ടിലെ ആക്രമണ ഭീഷണി മൂലമാണ് തമിഴ് ബ്രാഹ്മണ വിഭാഗക്കാർ ഇവിടെ എത്തിയതെന്നും അതല്ല രാജാവ് നമ്പൂതിരിമാരെ വെല്ലുവിളിക്കാൻ ഈ വിഭാഗക്കാരെ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തിയതാണെന്നും രണ്ടഭിപ്രായങ്ങൾ നിലനിന്നു വരുന്നു. വൈദിക പൂജാതി കാര്യങ്ങൾക്കായി കുംഭകോണത്തു നിന്നുമെത്തിയ 64 ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് ദേവസ്വത്തിൽ നിന്നും ദാനം കിട്ടിയ പ്രദേശമാണ് കേരളപുരം എന്ന ഗ്രാമം. കേരളത്തപ്പൻ എന്ന വിഷ്ണു ക്ഷേത്രം ഉള്ളതുകൊണ്ടാണ് കേരളപുരം എന്ന പേര് ഈ ഗ്രാമത്തിന് ലഭിച്ചത്. ഇന്നത്തെ തമിഴ്നാട്ടിലെ ചിദംബരം, തിരുവാഞ്ചിയം എന്നീ പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിയ തമിഴ് ബ്രാഹ്മണരിലെ ഒരു സമ്പന്ന കുടുംബാംഗമായിരുന്ന ലക്ഷ്മിയമ്മാൾ 4 ഗുണങ്ങളുള്ള ലിംഗങ്ങൾ കാശിയിൽ നിന്നും കൊണ്ടുവന്ന് 1061 പണവും ലിംഗങ്ങളും പാലക്കാട് രാജാവിനെ ഏൽപ്പിച്ചു എന്ന് മറ്റൊരു ഐതിഹ്യമുണ്ട്. ലക്ഷ്മിയമ്മാൾ കൊണ്ടുവന്ന 4 ലിംഗങ്ങളിൽ ബ്രാഹ്മണലിംഗം കൽപ്പാത്തിയിലും ക്ഷത്രിയലിംഗം കൊടുവായൂരിലും ശൂദ്രലിംഗം കൊല്ലങ്കോട്ടും പ്രതിഷ്ഠിച്ചു എന്നാണ് പുരാവൃത്തം. 4 ലിംഗങ്ങളിൽ വൈശ്യലിംഗം എവിടെയാണ് പ്രതിഷ്ഠിച്ചത് എന്നതിനെ ചൊല്ലി ഇന്നും അഭിപ്രായ വ്യത്യാസം നിലനിന്നു വരുന്നു. ക്ഷത്രിയലിംഗം സ്ഥാപിതമായ കൊടുവായൂർ ക്ഷേത്രത്തിലെ ശക്തിക്ക് രാജകീയ ഗുണമാണുള്ളതെന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. ഗോകുലത്തെരുവ്, ഇരട്ടത്തെരുവ്, പുതുത്തെരുവ്, മുക്കുത്തെരുവ് എന്നിങ്ങനെയുള്ള 4 തെരുവുകൾ ചേർന്നതാണ് കൊടുവായൂർ കേരളപുരം അഗ്രഹാരം. മുൻപ് തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി പാർത്ത പരദേശി ബ്രാഹ്മണർ നിർമ്മിച്ച അഗ്രഹാരമത്രേ കേരളപുരം അഗ്രഹാരം. ചരിത്രകാലം മുതൽക്ക് തന്നെ കേരളപുരം അഗ്രഹാരത്തിലെ തെരുവുകളുടെ രൂപകൽപ്പന വളരെ സവിശേഷമാർന്നതത്രേ. ഓംകാര രൂപത്തിലാണ് ഈ അഗ്രഹാരത്തിലെ തെരുവുകൾ ഓരോന്നും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. കേരളപുരം അഗ്രഹാരത്തിലെ മുക്കുത്തെരുവ്, ഇരട്ടത്തെരുവ് എന്നീ ഭാഗത്ത് ശ്രീ മഹാഗണപതി ക്ഷേത്രവും, ഗോകുലത്തെരുവിൽ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രവും, പുതുത്തെരുവിൽ ശ്രീ വിശ്വനാഥസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്തു വരുന്നു. ഭഗവാൻ ശ്രീ പരമേശ്വരൻ വിശാലാക്ഷി സമേതനായി പശ്ചിമദിക്കിനെ നോക്കി വാണരുളുന്ന ദേവത പ്രതിഷ്ഠകളുള്ള അപൂർവം ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊടുവായൂർ ശ്രീ വിശ്വനാഥ ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. പടിഞ്ഞാറോട്ട് ദർശനമായിരുന്നാണ് കൊടുവായൂർ ക്ഷേത്രത്തിൽ വിശ്വനാഥസ്വാമി ഭക്തർക്ക് അനുഗ്രഹാശിസുകൾ നൽകി വരുന്നത്. നിത്യേന 4 പൂജയാണ് ക്ഷേത്രത്തിൽ വിധിപ്രകാരം നടന്നു വരുന്നത്. തമിഴ്നാട്ടിലെ കങ്കയത്തിൽ നിന്നും വന്ന ഗുരുക്കളാണ് കൊടുവായൂർ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ നടത്തിവരുന്നത്. ഈ ക്ഷേത്രത്തിലെ പൂജാവിധികളെല്ലാം തമിഴ് ശൈവാചാരത്തിലാണ് നടത്തിവരുന്നത്. തമിഴ് ശൈവാചാരങ്ങൾക്ക് നിദാനം ശിവാഗമങ്ങളാണ്. കാമികാഗമം, യോഗജാഗമം, ചന്ദ്യാഗമം, കർണാഗമം, അജിതാഗമം, ദീപ്താഗമം, സൂക്ഷാഗമം, സഹസ്രാഗമം, അംസുമതാഗമം, സുപ്രഭേദാഗമം, വിജയാഗമം, നിസ്വസാഗമം, സ്വയംഭൂദവാഗമം, അനലാഗമം, വീരാഗമം, രൗരാഗമം, മകുടാഗമം, വിമലാഗമം, ചന്ദ്രജ്ഞാനാഗമം, മുഖബിംബാഗമം, പ്രോഡ്ഗിതാഗമം, കിരണാഗമം, വലുതാഗമം, ഉത്തരകാമികാഗമം എന്നിവയാണ് ശൈവാഗമങ്ങൾ. അർച്ചനയും മംഗല്യപൂജയും പ്രദോഷവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ.
ധനുമാസത്തിലെ പൗർണമി നാളിലാണ് അന്നപ്പടി. ചോറും പരിപ്പും വടയും അപ്പവും പൊരിയും ചേർന്നതാണ് പടി. ഈ ചോറ് ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് അത്യുത്തമമാണെന്നാണ് വിശ്വാസം. ഗംഗാസുതൻ അനുഗ്രഹം ചൊരിഞ്ഞരുളുന്ന ക്ഷേത്രത്തിനും ഭഗവാന്റെ വലതുവശത്തായി വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന കുളത്തിനും അതിലെ ജലത്തിനും ചില പ്രത്യേകതകൾ കൽപ്പിച്ചു വരുന്നു. ഈ കുളത്തിനെക്കുറിച്ച് പൊതുവിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യമുള്ളത് ഇപ്രകാരമാണ്. ഒരിക്കൽ ഈ ഗ്രാമത്തിലെത്തിയ സാമൂതിരി ദർശനത്തിനായി വിശ്വനാഥ ക്ഷേത്രത്തിലെത്തുകയുണ്ടായി. ഇവിടെ എത്തിയ സാമൂതിരി ക്ഷേത്രകാര്യങ്ങളിൽ സന്തുഷ്ടനാകുകയും ഉടൻ തന്നെ സാമൂതിരി ഇവിടുത്തെ പൂജാരിക്ക് കുറെ സ്വർണ്ണ നാണയങ്ങൾ നൽകാൻ ഒരുങ്ങുകയും ചെയ്തു. എന്നാൽ സാമൂതിരി നൽകിയ സ്വർണ്ണ നാണയം വാങ്ങാൻ പൂജാരി വിസമ്മതിക്കുകയും പകരം സാമൂതിരിയോട് ഒരു അഭ്യർത്ഥന നടത്തുകയും ചെയ്തു. ഇവിടുത്തെ ജനങ്ങൾക്ക് ജലത്തിനായി യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നായിരുന്നു ആ അഭ്യർത്ഥന. പൂജാരിയുടെ ആവശ്യത്തിൽ സന്തുഷ്ടനായ സാമൂതിരി ഉടൻ തന്നെ ഇവിടെ ഒരു കുളം കുഴിപ്പിക്കുകയുണ്ടായി. പിൽക്കാലത്ത് ഈ കുളം സാമൂതിരി കുളമെന്ന് അറിയപ്പെടാൻ തുടങ്ങി. കൊടുവായൂർ വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠയ്ക്ക് പുറമെ കന്നിമൂലയിൽ ഗണപതി, വടക്കുഭാഗത്ത് സുബ്രഹ്മണ്യൻ, വള്ളി ദേവയാനി, അതേ ദിശയിൽ തെക്കോട്ട് ദർശനമായി മധുരമീനാക്ഷി, ചണ്ഡികേശ്വരൻ, കാലഭൈരവൻ എന്നിവരും ശ്രീകോവിലിന്റെ പിൻഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി സൂര്യനാരായണനും ഉപദേവ പ്രതിഷ്ഠകളായുണ്ട്. ഇവ കൂടാതെ ശിവക്ഷേത്രങ്ങളിൽ അപൂർവമായി മാത്രം കാണുന്ന നവഗ്രഹങ്ങളും കൊടുവായൂർ ക്ഷേത്ര മതിൽക്കകത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഗ്രഹപിഴാശമനത്തിനായി ശനിയാഴ്ചകളിൽ ഇവിടെ പ്രത്യേക പൂജകളും മറ്റും നടത്തിവരുന്നു. പാലക്കാട് ജില്ലയിലെ ഉത്സവചരിതങ്ങളിൽ ഏറെ പ്രകീർത്തിയുള്ള ആഘോഷങ്ങളിലൊന്നാണ് ചരിത്രപ്രസിദ്ധമായ കൊടുവായൂർ രഥോത്സവം. പാലക്കാട് ജില്ലയിലെ തമിഴ് സംസ്കാരത്തിന്റെ പ്രതീകമായ രഥോത്സവങ്ങളിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന കൽപ്പാത്തി രഥോത്സവത്തോടൊപ്പം തന്നെ പ്രസക്തിയും പ്രാധാന്യവും ഉള്ളതത്രേ കൊടുവായൂർ വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലെ രഥോത്സവം. ഏതാണ്ട് 4 നൂറ്റാണ്ടിന്റെ ചരിത്രം അവകാശപ്പെടുന്ന ഈ ഉത്സവം കൊടുവായൂരിന്റെ പ്രാദേശിക ഉത്സവം കൂടിയാണ്. ഭക്തിയാധിഷ്ഠിതവും എന്നാൽ ആചാരവിശേഷത്തിന്റെ പാരമ്പര്യ തനിമ നിലനിർത്തി പരിപാലിച്ചു പോരുന്നതുമാണ് കൊടുവായൂർ രഥോത്സവം. ധനുമാസം ഉത്രട്ടാതി ദിവസം നടക്കുന്ന ഗ്രാമവീഥികളെ ശുചീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള വാസ്തുശാന്തിയോടും പൂജാഹോമത്തോടും കൂടിയാണ് ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത്. അടുത്ത ദിവസം രേവതി നാളിൽ മൃത്സംഗ്രഹണം, അങ്കുരാർപ്പണം, രക്ഷാബന്ധനം എന്നിവയും കൊടിയേറ്റവും നടക്കുന്നു. തിരുവാതിര പുണർദം നാളുകളിലാണ് രഥപ്രയാണം നടക്കുന്നത്. തിരുവാതിര നാളിൽ മൂർത്തിയെ രഥത്തിലേറ്റി പുണർദം നാളിൽ തിരിച്ചിറക്കുന്നു. 2 ദിവസം രഥത്തിൽ തന്നെയായിരിക്കും ശിവൻ. ചിദംബര നന്ദനാർക്ക് ഭഗവാൻ ദർശനമരുളിയ പുണ്യദിനമാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നാണ് വിശ്വാസം. തമിഴിലെ ഓം എന്ന അക്ഷരവടിവിലാണ് കൊടുവായൂർ രഥോത്സവത്തിലെ രഥങ്ങളുടെ പ്രയാണം. പ്രധാനമായും മഹാഗണപതി, സുബ്രഹ്മണ്യൻ, വിശ്വനാഥസ്വാമി എന്നീ പേരുകളുള്ള 3 രഥങ്ങളാണ് രഥോത്സവത്തിന് ഉണ്ടാകുക. ഉത്സവത്തിന്റെ 9ാം ദിനം ക്ഷേത്രകുളത്തിൽ വെച്ച് നടക്കുന്ന ആറാട്ടോടുകൂടി ഉത്സവത്തിന് പരിസമാപ്തിയാകുന്നു. ഭൂതനാഥനും ഭക്തജനപ്രിയനുമായ വിശ്വനാഥസ്വാമിയെ ധ്യാനിച്ചു മടങ്ങുന്ന ഓരോ ഭക്തനും നേടുന്നത് നിത്യമുക്തിയും ഭഗവത് സാമീപ്യവുമാണ്.